വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ പോവാണ്. ഗായ്സ്, ഇത് നമ്മൾ ഇങ്ങനെ ഒളിക്കുന്ന സ്ഥലത്ത് ഷൂട്ട് ചെയ്യാൻ ഒരാൾ വരും. ആള് വന്നിട്ടുണ്ട്. ഇനി അവനാണ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഗായ്സ്, അപ്പോൾ ആരാണ് അതായത് കണ്ടുപിടിക്കുന്ന ആൾ നമ്മളെ എണ്ണിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് അകത്തും പുറത്തും ഒളിച്ചിരിക്കാം. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾ കണ്ടോ, ഇതുപോലത്തെ ഭയങ്കര പുല്ലൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ഒന്നും ഒളിച്ചിരിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഞങ്ങൾ ഒളിക്കുവേ. പക്ഷേ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പം ഈ റയാൻ ചുമ്മാ പറഞ്ഞതാണ്. നമുക്ക് ഇവിടെ ഒളിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഒരു പാമ്പിൻ്റെ കടി കൊണ്ടാൽ എന്നാ വേദനയാണ്. ചിലപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര പാമ്പൊക്കെ കാണുന്നുണ്ടോ, എല്ലാം കൂടിയിട്ടിരിക്കുന്നത് ഭയങ്കര ഡേഞ്ചറസ് സ്ഥലമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അതായത് ഈ ടാങ്ക് നിങ്ങൾ കണ്ടോ, ഞങ്ങൾ പണ്ട് കളിച്ചോണ്ടിരുന്നപ്പോ ഈ ടാങ്കിനകത്ത് കുത്തി കയറി ഇരിക്കുവായിരുന്നു. ഫ്രണ്ടായിരുന്നു, അഭിഷേക് എന്ന് പറഞ്ഞ ഫ്രണ്ടാണ്. അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ഒരാളാണ്. ഇതിന്റെ അകത്ത് കയറി. അവനൊരു പേടിയില്ല. അവൻ 6 പാമ്പിനെ ചവിട്ടി നിന്നവനാണ്. അവന്റെ കാലില് അവൻ പല്ല് തെളിച്ചോണ്ടിരുന്നപ്പോ അവന്റെ കാലില് 6 പാമ്പ് തിന്നു. പക്ഷെ അവൻ അറിഞ്ഞില്ല. അതാണ് അവനൊരു പേടിയില്ല. അവൻ ഗായ്സ്, ഈ റയാൻ പറയുന്നത് സത്യമാണെന്നൊക്കെ അറിയത്തില്ല. ഇവൾക്ക് അറിയാവുന്നത് ഇവള് പറയാത്തതാ. പക്ഷെ അത് ഞാൻ 6 പാമ്പിന് മേളില് ശരിക്കും എന്നോട് പറഞ്ഞു. എനിക്ക് അപ്പം അഭിഷേക് ചിലപ്പം കള്ളം പറഞ്ഞായിരിക്കും. പക്ഷെ അവന്റെ അമ്മയും പറഞ്ഞു എന്നോട്. അമ്മ എന്റെ അമ്മയോട് പറഞ്ഞു ചിലപ്പോ ആയിരിക്കും. അത് സത്യം എന്ന് പറയാം. ഞാൻ കണ്ടില്ല ഗൈസ്. ഞാൻ രാവിലെ കണ്ടില്ല ഇതൊന്നും. അതുകൊണ്ടാ ഗൈസ്. ഞാൻ പറമ്പി രാവിലെ പോയിട്ടില്ല. ഞാൻ പോണത് വരുന്നതാ ഫാഷൻ ഫ്രൂട്ട് പറിക്കാനൊക്കെ. ഓക്കെ, അപ്പം ഞാൻ ആ 6 പാമ്പ് നിൽക്കുന്ന ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഈ ഒരു ഭാഗത്താണെന്നാണ് അഭിഷേക് പറയുന്നത് കേട്ടോ. അതെനിക്ക് ശരിയാണോ തെറ്റാണോ എന്ന് അറിയത്തില്ല. പിന്നെ അവൻ ഭയങ്കര ഫുട്ബോളിൽ ഭയങ്കര ആളാ, സ്കില്ലൊക്കെ ഉണ്ട് അവന്. ഓക്കെ, അപ്പം നമുക്കൊരു ദിവസം ആ അഭിഷേക് കളിക്കുന്ന ഫുട്ബോൾ സ്കിൽ നമുക്കൊന്ന് ഇടാം. നമുക്ക് നോക്കാം. ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ വീഡിയോയ്ക്ക് നല്ല ലൈക്ക് ഒക്കെ കിട്ടണം കേട്ടോ. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുമ്പോൾ അതെ, പ്ലീസ് ഞങ്ങളുടെ ഹൈഡ് ആൻഡ് സീക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. അതായത് ലൈക്കല്ല, സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്തേക്കണം. അതെ, സബ്സ്ക്രൈബോ ലൈക്കോ എന്തെങ്കിലും ചെയ്താൽ മതി. കമന്റോ അതെങ്കിലും മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മള് ക്യാച്ചറിനെ കണ്ടുപിടിക്കുന്നത് എണ്ണിക്കൊണ്ടാണ്. മറ്റേതില്ലേ 1 തൊട്ട് 6. അല്ല, നമ്മുടെ ഇഷ്ടമുള്ള പറഞ്ഞാൽ ചെല്ലാം അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം ഗൈസ്. നമ്മള് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മള് എണ്ണുന്നത് ഒരു കടുങ്കഥ പോലെയാണ്. അപ്പൊ ഞാൻ കാണിക്കാം. എലിയമ്മ ചത്തു, എലിക്കുട്ടൻ കരഞ്ഞു, എലിയമ്മനെ കൊണ്ടുപോകണം, ചക്കര വണ്ടി കൊണ്ടുപോകണം. ചക്കര വണ്ടി ആരോടിക്കും? അപ്പുറത്തെ വീട്ടിലെ അപ്പൂന്ന് എന്ത് കൊടുക്കും? ഒരു ഗ്ലാസ് കോഫി. അവളാവട്ടെ. ഇനി അപ്പോൾ നമ്മളിൽ ആരെങ്കിലും ആയിരിക്കും കേട്ടോ ക്യാച്ചർ. അയ്യോ, ഞാനാണെങ്കിൽ പിന്നെ പെട്ടു കേട്ടോ. പിന്നെ ഞാൻ പ്രശ്നമാവും. ഓക്കെ, നമുക്ക് കടുങ്ങാത ചെല്ലാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10. 10 നല്ല പൊട്ടി കളമശ്ശേരി നെത്തി പാർവതിക്കൊരു ആൺകുഞ്ഞ് ഗ ന പ തി. അയ്യോ ഗൈസ്, അപ്പൊ ഞാനാണ് ക്യാച്ചർ. അയ്യോ, ഇത് കൊണ്ട് സുഖിച്ചിരിക്കുക. എന്നാ ചെയ്യും? ഇനി ഇവള് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവൾക്ക് പേടിയല്ല. അത് ശരിക്കും പറഞ്ഞാൽ പുറത്തു പോയിരിക്കാൻ. പക്ഷെ ഒരു കാര്യമാണ്, നിങ്ങൾക്ക് പള്ളക്കകത്തൊന്നും കയറിയിരിക്കാൻ പാടില്ല. പള്ള ഫ്രീ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇവരിനി എവിടെ ഒളിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഒരു കാര്യം കൊണ്ടുണ്ട്, ഈ കളിക്ക് നമ്മൾ സാറ്റ് അടിക്കണ്ട. അതായത് സാറ്റ് നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നത് കണ്ടാൽ മതി, സാറ്റ് അടിക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. എവിടെയാണ് ഒളിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാനൊരു 60 വരെ എണ്ണ. അപ്പോൾ ഇവർ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം
ഈ ആളുടെ പേരാണ് അഭിഷേക്. ഇതാണ് ഞാൻ പറഞ്ഞത് 6 പാമ്പിന്റെ മേളില് നിന്ന് വലുത് വെച്ചപ്പോ 6 പാമ്പിന്റെ മേളിൽ നിന്നത്. അപ്പൊ ഞാൻ എണ്ണുവാണ് കേട്ടോ. അപ്പൊ എനിക്ക് എവിടെയാണെന്ന് അറിയത്തില്ല. 1 2 3 4 ഗൈസ് എണ്ണാൻ തുടങ്ങി ഗൈസ്. ഇവിടുന്ന് പോവാം ഗൈസ്. അപ്പം ഗൈസ് ഞാൻ പോവാണ്. പിടിക്കാൻ വരുവാണ് ഗൈസ്. അവള് കുറച്ചുകൂടെ അവളെ എണ്ണിക്കഴിഞ്ഞു ഗൈസ്. മിണ്ടല് ഗൈസ് പ്ലീസ്. ഞാൻ മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ ഗൈസ് എവിടെയാന്ന് എനിക്ക് അറിയത്തില്ല. നമുക്കൊന്ന് പോയി നോക്കാം. ഇവരെങ്ങോട്ട് പോയി കാണും? ഇവിടെ ഒന്നും കാണില്ലായിരിക്കും. ഞാൻ പറഞ്ഞല്ലേ ഇന്ന് പറമ്പൊന്നും പോകല്ലോ. നോക്കട്ടെ ഇവിടെ വല്ലതും ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല. പിന്നെ ഇനി എവിടെ പോയി കാണും? നോക്കാം. എങ്ങോട്ട് പോയി ഇവര്? എവിടെയും കണ്ടില്ല. എവിടെ ഇരിക്കും? ഇനി എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോയി കാണാം. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഈ സേറ താഴെ നിൽപ്പുണ്ട്. കണ്ടോ? ഇവിടെയൊക്കെ തപ്പുന്നുണ്ട്. എന്നെ മാത്രം കണ്ടില്ല. ബാക്കിയെല്ലാം കണ്ടുപിടിച്ച്. ബാക്കിയെല്ലാം കണ്ടുപിടിച്ചില്ല. ഹായ് കുഞ്ഞി. ഹായ്. സേറാന്ന് പിടിച്ചാലോ? എടി സാറ വരുന്നുണ്ടെന്ന് തോന്നുന്നു. വേഗം പോയി വിളി. അവിടെ ശബ്ദമുണ്ട്. എടി സാറ വരുന്നുണ്ട്. വേഗം വിളിച്ചോ. അവരെയൊന്നും കണ്ടില്ല കേട്ടോ ഗൈസ്. 2-3 വാഴയൊക്കെ ഇവിടെ നിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെയായിട്ടും നമ്മൾ ഈ ഒരു കാട്ടിൽ നോക്കിയില്ല. അവിടെ പാമ്പൊന്നുമില്ലെന്ന് തോന്നുന്നു. നമുക്ക് അവിടെ ഒന്ന് നോക്കിയാലോ. ഇവിടെ ഒന്നും കണ്ടില്ല. ഇതാ ഞാൻ പറഞ്ഞ കാട്. പക്ഷെ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. ഇനി എവിടെ കാണും? ഞാൻ അവിടെ ഒന്ന് പോയി നോക്കട്ടെ. ചിലപ്പോൾ അവിടെ കാണുമായിരിക്കും. ഇവിടെ ഒന്നുമില്ല. ഇവിടെ വെറുകല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മുടെ ജാക്കക്കുട്ട അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമുക്കൊരു ഹായ് എടുക്കാം. ഹായ് ഹായ്. നല്ല ഹായ് തരുന്നുണ്ട്. ഇനി ആകെ ഉള്ളൊരു സ്ഥലം നോക്കാൻ ഇത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇവിടെ ഒന്ന് പോയി നോക്കാം. ഈ പറമ്പായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. അവിടെ ഒന്നും ഇല്ലായിരിക്കും. ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇങ്ങോട്ട് പോയി. ഇവിടെ ഒന്നും കാണാൻ സാധ്യതയില്ല. ഗൈസ് അവിടെ അടുത്തെത്തി ഗൈസ്. മിണ്ടല്ലേ.
ഗായ്സ് എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ഗായ്സ്. അവൾ അങ്ങ് പോയിട്ടുണ്ട്. ഇനി കുഞ്ഞിനെ പിടിക്കാനാണോ എന്ന് എനിക്കറിയത്തില്ല. നമ്മളിപ്പോൾ മിണ്ടാതിരിക്കാം. മിണ്ടാന്ന് കണ്ടുപിടിക്കണ്ടേ? ഒരു ദീർഘശ്വാസം വിടട്ടെ. മടുത്തു ഗായ്സ്. എന്നെ കണ്ടുപിടിക്കാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗായ്സ് അപ്പം ഇപ്പം നിലവിൽ ആരെയും കിട്ടിയിട്ടില്ല. ഇനി ആരും ഇവിടെ ഉള്ളത്? ഇനി ആകെ ഒരു സ്ഥലം തട്ടുമ്പോഴേ ഉള്ളൂ. അതായത് ഈ സ്ഥലത്തായിരിക്കും ചിലപ്പോൾ. നമുക്കൊന്ന് പോയി നോക്കാം. അയ്യോ ഇപ്പൊ സേറ വല്ല വരുന്നുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഞാൻ ഇപ്പൊ വേറെ സ്ഥലത്ത് മാറി. അതുകൊണ്ട് ഇനി സേറ എന്നെ കണ്ടുപിടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇപ്പൊ നേരത്തെ അവിടെ വിളിച്ചേ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറി. എനിക്ക് തോന്നുന്നു സേറ വല്ലം വരുവായിരിക്കും. ഇപ്പം ഞാൻ ഇരുന്നു. ഇനി സേറ എന്നെ കണ്ടുപിടിക്കത്തില്ല, ഉറപ്പാ. ഞാൻ ഇതുവരെ ആരും കണ്ടില്ല. ഇനി കുഞ്ഞി അവിടെ ഉണ്ടായിരിക്കും. ഇപ്പം റയാൻ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി കുഞ്ഞി റയാന്റെ കൂട്ടത്തിലാണോ ഇരിക്കുന്നേ? ഗായ്സ്, പിന്നെ വേറൊരു കാര്യം ഞാൻ ഇവിടെ വന്നപ്പോൾ ഓർത്തത്, ഇത് നമ്മുടെ സ്റ്റുഡിയോ, അതറിയാവോ? പിന്നെ നമ്മളിവിടെ കുറേ സാധനങ്ങൾ നമ്മൾ ഇവിടെ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്ക് ടു ദ കാര്യം നോക്കാം. ഇവള് എങ്ങോട്ട് പോയി? എന്താ സൗണ്ട്? ഇത് കുഞ്ഞിയുടെ സൗണ്ട് തന്നെ. കുഞ്ഞിനെ കണ്ടുപിടിച്ചേ. അയ്യോ, ഇനി അവരെ അത് ഇവിടെ എങ്ങാനും കാണും. അപ്പൊ നമ്മൾ രണ്ടുപേരും കണ്ടുപിടിച്ചു. അപ്പൊ ഞാൻ ജയിച്ചിരിക്കുന്നു. ജയിച്ചു ഗായ്സ്. സേറ ജയിച്ചു. അപ്പം ഇനി ഈ വീഡിയോ കഴിഞ്ഞിരിക്കുവാണ്. അപ്പോൾ ബൈ എല്ലാവർക്കും.